മധ്യേഷ്യയിൽ അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങൾ എന്ന സൂചന. ഇറാനിലെ ആഭ്യന്തര സുരക്ഷാ സാഹചര്യം വഷളായതോടെ രാജ്യത്തെ ഇന്റർനെറ്റ് ടെലിഫോൺ ബന്ധങ്ങൾ ഭരണകൂടം വിച്ഛേദിച്ചിരിക്കുകയാണ്. അതിനിടെയാണ് അയൽരാജ്യമായ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിലേക്ക് അമേരിക്ക തങ്ങളുടെ കൂറ്റൻ ബോയിംഗ് KC-135R സ്ട്രാറ്റോ ടാങ്കറുകൾ എത്തിച്ചിരിക്കുന്നത്. വെനസ്വേലയ്ക്ക് ശേഷം ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ഇറാൻ പ്രസിഡന്റിനെയാണ് എന്ന് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ജെഫ്രി സെയ്റ്റ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പുതുവത്സരാഘോഷവേളയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാറേ-ലാഗോയിൽ ട്രംപിനെ കണ്ടുമുട്ടിയതായും ഇറാനാണ് അടുത്ത ലക്ഷ്യമെന്ന് നെതന്യാഹുവിന് സൂചന നൽകിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. കഴിഞ്ഞ 11 ദിവസമായി ഇറാനിൽ പ്രക്ഷോഭം തുടരുകയാണ്. ഈ പ്രക്ഷോഭം അക്രമാസക്തമായതോടെയാണ് ഭരണകൂടം കടുത്ത നടപടികളിലേക്ക് കടന്നത്. സാമ്പത്തിക മാന്ദ്യത്തിനും വിലക്കയറ്റത്തിനുമെതിരെ തെരുവിലിറങ്ങിയ ജനങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വാർത്താവിനിമയ ബന്ധങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. ഇന്റർനെറ്റ് സേവനങ്ങളും ലാൻഡ് ലൈൻ കണക്ഷനുകളും വിച്ഛേദിച്ചതിനു പുറമെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ജാം ചെയ്യാനും അധികൃതർ ശ്രമിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങൾ പുറം ലോകം അറിയരുത് എന്നത് തന്നെയാണ് ഈ നീക്കത്തിന്റെ പിന്നിലുള്ളത്. ഭരണകൂടത്തിന്റെ നീക്കത്തെ നാടുകടത്തപ്പെട്ട ഇറാൻ കിരീടാവകാശി റസ പഹൽവി അതിരൂക്ഷമായി വിമർശിച്ചു. ദശലക്ഷക്കണക്കിന് ഇറാനികൾ സ്വാതന്ത്ര്യത്തിനായി തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ഇതിനുള്ള മറുപടിയായി ഇറാൻ ഭരണകൂടം എല്ലാ ആശയവിനിമയ മാർഗങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു. ഇന്റർനെറ്റും ലാൻഡ് ലൈനുകളും അവർ കട്ട് ചെയ്തു. ഉപഗ്രഹ സിഗ്നലുകൾ ജാം ചെയ്യാനും അവർ മടിക്കില്ല. ജനങ്ങളെ നിശബ്ദരാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് പഹൽവി ആരോപിച്ചു. ഇറാനിലെ ഈ അസ്ഥിരതയ്ക്കിടയിലാണ് ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിലേക്കുള്ള അമേരിക്കൻ നീക്കം ശ്രദ്ധേയമാകുന്നത്. ഇറാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്ന സാഹചര്യം അമേരിക്ക മുതലെടുക്കുകയാണ്. മേഖലയിൽ ഉണ്ടാകാനിടയുള്ള ഏത് അപ്രതീക്ഷിത നീക്കത്തെയും നേരിടാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണ് എന്നാണ് സൂചന. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന KC-135R സ്ട്രാറ്റോ ടാങ്കറുകളുടെ സാന്നിധ്യം ദീർഘദൂര ആക്രമണങ്ങൾക്കുള്ള അമേരിക്കയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന പറക്കും പെട്രോൾ പമ്പുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ആക്രമണങ്ങൾക്കായി പോകുന്ന വിമാനങ്ങൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ ഇവയുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഇസ്രായേലിന് നേരെയുള്ള ഭീഷണികളെ ചെറുക്കാനും നിരീക്ഷണം ശക്തമാക്കാനും ഈ വിന്യാസം സഹായിക്കും. ചുരുക്കത്തിൽ, ഒരു വശത്ത് ജനതയുടെ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധത്തിൽ ഇറാൻ ഭരണകൂടം തകർന്നു നിൽക്കുമ്പോൾ മറുവശത്ത് അമേരിക്ക അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് പടക്കപ്പലുകളും വിമാനങ്ങളും ഗൾഫ് മേഖലയിൽ എത്തിക്കുകയാണ്. മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് ഖത്തർ. ചുരുക്കത്തിൽ, മധ്യപൂർവേഷ്യയിൽ എവിടെയും അതിവേഗം സൈനിക ശക്തി പ്രകടിപ്പിക്കാനും യുദ്ധവിമാനങ്ങൾക്ക് തടസ്സമില്ലാതെ ദീർഘനേരം പറക്കാനുള്ള സൗകര്യം ഒരുക്കാനുമാണ് ഇവ എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.